ഹലോ മക്കൾസ്, കെമിസ്ട്രിയിലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൽ എല്ലാ മക്കളും എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും നമ്മൾ സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻസ്. സ്റ്റോഷിയോമെട്രിക് ഭാഗങ്ങൾ, സ്റ്റോഷിയോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മൾ പറയുന്ന എല്ലാവരും പറയുന്ന എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത്ര ഗ്രാം ഇത് തന്നാൽ ഇത്ര ഗ്രാം ഇതുമായിട്ട് റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം ഇത് കിട്ടും, അപ്പോഴേക്കന്നെ കുട്ടികളോ അത് സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാമെന്നുള്ള സിമ്പിൾ ട്രിക്കാണ് സാറ് പറഞ്ഞു തരാൻ പോണത് ഈ ക്വസ്റ്റ്യനിലൂടെ. സോ പല രൂപത്തിൽ ഇങ്ങനെ സ്റ്റോഷിയോമെട്രിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പല രൂപത്തിൽ ചെയ്യുന്നവരുണ്ടാവാം, പല രൂപത്തിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പം തീരെ ഇതിനൊരു ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഒരു 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 സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ ആവാത്ത ഒരു ട്രിക്ക് സാറൊന്ന് പറഞ്ഞുതരാം. റെഡി? സോ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇക്വേഷൻ വേണം മക്കളെ. ഈ ക്വസ്റ്റ്യനിൽ എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് NH3 പ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അഥവാ NH3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് NH3 ആണ്. ആരൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്? 250 ഗ്രാം N2, 250 ഗ്രാം N2വും ആൻഡ് 50 ഗ്രാം H2, 50 ഗ്രാം H2വും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് NH3 ഉണ്ടാവുന്നത്. ചോദ്യങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഒന്ന്, ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ് അഥവാ റിയാക്ടന്റ്, ആൻഡ് ഇഫ് എനി അങ്ങനെ ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3. അപ്പോൾ NH3യുടെ മാസ് കണ്ടുപിടിക്കണം, പ്രൊഡ്യൂസ് ചെയ്യുന്ന NH3യുടെ മാസ് കണ്ടുപിടിക്കണം, ലിമിറ്റിംഗ് റിയേജന്റും കണ്ടുപിടിക്കണം. സിമ്പിൾ. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ പ്രകാരം വരുന്ന ഇക്വേഷൻ എന്താവാൻ ചാൻസ് ഉണ്ട്? ഇങ്ങനെയല്ലേ ഇക്വേഷൻ വരിക? N2 + 3H2 gives 2NH3. ഇത് ഡീറ്റെയിൽ ആയിട്ട് സാറ് പറയേണ്ട ആവശ്യമില്ല, മക്കൾ എല്ലാവരും ചെയ്യുന്ന ഇക്വേഷനാണിത്. N2 + 3H2 gives 2NH3 എല്ലാവരും ചെയ്യുന്നതാണ്. ഇനി മക്കളെ ഇത്ര എഴുതി. അപ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് വേണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അഥവാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എഴുതണം N2 + 3H2 gives 2NH3. ബാലൻസ്ഡ് ഇക്വേഷൻ അറിയാം. ദെൻ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് അതിൻ്റെ താഴെ എടുത്ത് എഴുതും. N2ൻ്റെ വാല്യൂ എത്രയാണ് തന്നത്? 250 ഗ്രാം. സോ 250 ഗ്രാം എന്ന് മക്കൾ താഴത്ത് എഴുതിയെടുക്കും. പ്രയാസമില്ലാലോ. H2ൻ്റെ താഴെ അതിൻ്റെ വാല്യൂ താഴെ എഴുതും 50 ഗ്രാം. അതും പ്രയാസമില്ലാലോ. അങ്ങനെ 250യും 50യും കൂടെ ഗ്രാം കൂടെ ചേർന്ന് കിട്ടുന്ന NH3യുടെ വെയിറ്റ് ആണ് ചോദിച്ചത്. കാൽക്കുലേറ്റ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതാണ് കാണേണ്ടത്. ഓക്കെ, അത് മക്കൾ എഴുതി കഴിഞ്ഞ ശേഷം ഉടനെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഇത് നിങ്ങൾ എഴുതി. ഇത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് ആണ്. നമുക്ക് ഓൾറെഡി ഇവരുടെ ഒരു ഒറിജിനൽ വെയിറ്റുകളുണ്ട്. N2ൻ്റെ ഒറിജിനൽ വെയിറ്റ് മക്കൾക്കറിയാം. Nൻ്റെ ഒറിജിനൽ വെയിറ്റ് 14 ഗ്രാം ആണ്. ഹൈഡ്രജൻ്റെ ഒറിജിനൽ വെയിറ്റ് 1 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ N2ൻ്റെ ഒറിജിനൽ വെയിറ്റ് 28 ഗ്രാം ആണല്ലോ. H2ൻ്റെ വെയിറ്റ് 2 × 3 6 ഗ്രാം. Hൻ്റെ വെയിറ്റ് 1, H2ൻ്റെ വെയിറ്റ് 2 × 3 6 ഗ്രാം. NH3യിൽ Nൻ്റെ വെയിറ്റ് 14, Hൻ്റെ വെയിറ്റ് 3. അപ്പോൾ 14 + 3 17. ഇവർ NH3യുടെ വെയിറ്റ് 17. അങ്ങനത്തെ 2 NH3. അപ്പോൾ 17 × 2 34. ഇത്രയും മക്കൾ എഴുതി. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഇക്വേഷനിൽ തന്ന വാല്യൂസ് എഴുതി. ഇതാ നമുക്ക് അറിയുന്ന ഒറിജിനൽ വാല്യൂസ് എഴുതി. ഇനി സിമ്പിൾ. ഇനി നിങ്ങൾ N2ൻ്റെ മുകളിൽ A എന്ന ഭാഗവും H2 എന്ന് പറയുന്ന ഭാഗം B എന്നും എടുക്കുക. നിങ്ങൾക്ക് കാണേണ്ട ഭാഗം C, ABC 3 കോളമാക്കി. A കോളം, B കോളം, C കോളം. ഇനി നമ്മൾ ചെയ്യാൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ മക്കളെ. നിങ്ങൾക്ക് NH3യുടെ വാല്യൂ ആണ് കണ്ടിട്ടേണ്ടത്. അതിന് നിങ്ങൾ Aയുടെ കോളം വെച്ചും Aയുടെ കോളം എടുക്കുക. Aയുടെ കോളം വെച്ചിട്ട് Cയുടെ വാല്യൂ എന്തായിരിക്കും നോക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്. അഥവാ Aയുടെ കോളം എന്ന് പറഞ്ഞാൽ N2ൻ്റെ വാല്യൂ ആണ്. N2ൻ്റെ വാല്യൂ ഏതൊക്കെയാണ്? 250 ഉണ്ട്, 250യുടെ താഴെ 28 ഉണ്ട്. ഓക്കെ, റെഡി. Cയുടെ കോളത്തിൻ്റെ താഴെ ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത്, അതിൻ്റെ താഴെ 34 ആണുള്ളത്. ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 250 × 34 / 28 ചെയ്താൽ ഈ വാല്യൂ കിട്ടും. ഇതേ ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ 28 ചെയ്താൽ Cയുടെ വാല്യൂ കിട്ടും. അഥവാ 250 × 34 / 28. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഐ തിങ്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 303 പോയിന്റ് സംതിങ്. അത് നിങ്ങൾക്ക് കിട്ടി. ഇത് ആരുടെ വാല്യൂ വെച്ചിട്ടാ? A വെച്ചിട്ടുള്ളതാണ്. Aയും Cയും. A ആരാണ്? N2. അപ്പോൾ N2 വെച്ചിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കൊരു ഐഡിയ ആണ് കിട്ടിയത്. N2 വെച്ചിട്ട് ഇത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി H2 വെച്ചുള്ള വാല്യൂ കൂടി നമുക്ക് കാണണം. H2 വെച്ചുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ B വെച്ചുള്ള. അപ്പൊ Bയും Cയും വെച്ച് നമ്മൾ എഴുതാൻ പോവാണ്. ഇനി B എത്രയാ മക്കളെ? B 50 ഗ്രാം. Bയുടെ താഴെ 50 ഗ്രാം അല്ലേ? Bയുടെ താഴെ 50 ഗ്രാം, അതിൻ്റെ താഴെ 6 ഗ്രാം. അയ്യവാ. Cയുടെ താഴെ ക്വസ്റ്റ്യൻ മാർക്ക്, അതിൻ്റെ താഴെ 34.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 ഇൻറ്റു 34 ഡിവൈഡ് ബൈ 6. ഇത് ചെയ്യുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഏകദേശം 283 പോയിന്റ് സംതിങ് കിട്ടും. സോ മക്കളെ ബി എന്ന് പറഞ്ഞാൽ ആരാ? H2. അപ്പോൾ H2 വെച്ചുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടിയത്, ഇവിടെ N2 വെച്ചിട്ട്. അപ്പം മക്കളെ N2 മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 303 ഗ്രാം കിട്ടും അമോണിയ. 303 ഗ്രാം അമോണിയ കിട്ടും. സി എന്ന് പറഞ്ഞാൽ അമോണിയ അല്ലേ, 303 ഗ്രാം അമോണിയ കിട്ടും. H2 വെച്ചാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 283 ഗ്രാം അമോണിയ കിട്ടും. 2 വാല്യൂസ് കിട്ടി. ഇതിൽ ഏതെടുക്കണം? ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഏതാണോ ചെറിയ, കാരണം ആ ചെറിയ വാല്യൂ 283 ഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ തീർന്നു, പിന്നെ 303 ഉണ്ടാക്കാനുള്ള ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ അപ്പോഴേക്ക് തീരും എന്നാണ് ഇതിന്റെ അർത്ഥം. സോ 283 ഗ്രാം 283 ഗ്രാം ആണ് നിങ്ങളുടെ ആൻസർ. എത്ര മാസ് NH3 ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? 283 ഗ്രാം അമോണിയ ഉണ്ടാവും. ചോദ്യം വീണ്ടും ഉണ്ട്, ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? സിമ്പിൾ, നിങ്ങൾക്ക് 283 ഗ്രാം തരാൻ കാരണക്കാരനായ ആൾ H2 അല്ലേ. സോ H2 ഈസ് എ ലിമിറ്റിംഗ് റിയേജന്റ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ അളവ് ഏറ്റവും കുറവ് തരുന്ന ആളാരാണോ അയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റിംഗ് റിയേജന്റിനെ കുറിച്ച്. ലിമിറ്റിംഗ് റിയേജന്റ് ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് തീരുമാനിക്കുന്നത് ആരാണോ അയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ H2 വെച്ചിട്ടാണ് നമ്മൾ ഈ ആൻസർ ചെയ്തത്. H2ന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ ആൻസർ ചെയ്തത്. സോ H2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ചില സ്റ്റുഡൻസ് 3H2 എന്നൊക്കെ എഴുതാറുണ്ട്. 3 ഒന്നും വേണ്ട, 3O ഒന്നും വേണ്ട, H2. N2 ആണെങ്കിൽ N2, H2 ആണെങ്കിൽ H2. H2 ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. N2 സ്വാഭാവികമായിട്ടും എക്സസ് റിയേജന്റ് ആണ്, കൂടുതലുള്ള റിയേജന്റ് ആണ്. സോ ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സെറ്റായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, താങ്ക് യു.